ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലച്ചു, അതിനിടയ്ക്ക് അവള് എത്തിയോ? എന്നാ പിന്നെ ഒരു ഐഡിയ ഉണ്ട്. എന്താ പറയാം. തമ മോനെ, ചടങ്ങ് നടത്താൻ സേതുവേട്ടൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതങ്ങ് വേണ്ടെന്ന് വെക്കാം. ഇനി സേതുവേട്ടൻ നിർബന്ധിക്കണ്ട. അത് തന്നെയായിരിക്കും നല്ലത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി അങ്കിൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. സച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ്റെ മനസ്സാകെ വിഷമിച്ചിരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ അച്ഛ ഇവിടെ നിന്നാൽ അത് അവൾക്ക് കൂടുതൽ പ്രശ്നമാവും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അച്ഛനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം. സച്ചി എന്തു പറയുന്നു? ആരും പോകരുത്. ഈ വളകാപ്പ് ചടങ്ങ് നമുക്ക് നടത്താം. അങ്കിളിങ്ങനെ വാശി പിടിച്ചിരിക്കുമ്പോ എങ്ങനെ നടത്തുന്നേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ചടങ്ങ് നടന്നേ തീരൂ. എത്ര റിസ്ക് എടുത്തിട്ടായാലും അത് നടത്തിയേ പറ്റൂ. അച്ഛനുണ്ടെങ്കിൽ അച്ഛന്റെ സാന്നിധ്യത്തിൽ, അച്ഛൻ വരില്ലെങ്കിൽ അച്ഛനില്ലാതെ തന്നെ. മോനെ, സേതുവേട്ടനെ ആര് പറഞ്ഞ് സമ്മതിപ്പിക്കാനാ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എടാ സഞ്ജു. സച്ചി, സച്ചി, എടാ ഇതെന്താ ചടങ്ങുകളൊന്നും തുടങ്ങിയില്ലേ? അതോ ചടങ്ങൊക്കെ കഴിഞ്ഞോ? എവിടെ തന്റെ ബെറ്റർ ഹാഫ്? എല്ലാം ഞാൻ പറയും. നീ എന്താ ലേറ്റ് ആയത്? അത് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് വരാനും കുറച്ച് ലേറ്റായി. എടാ, നിന്റെ കോമഡി കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എടാ, ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? നീ കാര്യം പറ. എന്താണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാം. ഇത് അർച്ചനയുടെ അമ്മയും ബ്രദറും വൈഫുമാണ്. നമസ്കാരം. എടാ, നിനക്ക് സന്ദീപിനെ അറിയാലോ? പിന്നെ കൊള്ളാം. സന്ദീപിനെ എനിക്കറിയാതെ. എല്ലാവർക്കും സുഖമല്ലേ? അതെ. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വന്നേ. വാ. എന്താ സച്ചി, എന്തു പറ്റി? എടാ, ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാ. അതുകൊണ്ട് ഈ ചടങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അർച്ചന വിഷമിക്കണ്ട. അങ്കിളിനോട് ഞാൻ സംസാരിക്കാം. കമ്പനിയിൽ തീപിടുത്തുണ്ടാവുന്നതൊക്കെ ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ അച്ഛനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. അത് സാരല്ല. പേരിനെങ്കിലും ഈ ചടങ്ങ് നടത്തിയേ പറ്റൂ. നമുക്ക് ശരിയാക്കാം. ലച്ചു, അതിനിടയ്ക്ക് അവള് എത്തിയോ?
എന്നാ പിന്നെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? പറയാം, തമ. ഇതിൽ അങ്കിൾ ഇത്ര വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേരിനൊരു ചടങ്ങ്, അത്രയല്ലേ ഉള്ളൂ. ഹലോ ലച്ചു. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. സഞ്ജുവേട്ടൻ എപ്പോ എത്തി? ഞാനിപ്പോ എത്തിയുള്ളൂ. സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അർച്ചന ടെൻഷൻ ആവണ്ട. ഈ ചടങ്ങ് നമ്മൾ നടത്തും അങ്കിളിന്റെ പ്രസൻസിൽ തന്നെ. ലച്ചു, നമുക്ക് അങ്കിളിനോടും സംസാരിച്ചാലോ? ആ പിന്നെന്താ, ഞാൻ റെഡി. അതെ, നിങ്ങൾ ഈ സെന്റി മുടക്ക കളഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കേ. നമുക്കെല്ലാം സെറ്റാക്കാം. ലച്ചു വാ. വാ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ, അങ്കിള് പറയുന്നൊക്കെ ശരിയാ. പക്ഷേ വളരെ പ്രതീക്ഷയോടെയാ സച്ചി വളകാപ്പ് ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിക്കുമ്പോ അവന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ തിരിച്ചറിഞ്ഞതാ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്താ. ഈ ചടങ്ങിൽ അങ്കിൾ മാറി നിൽക്കരുത്. ഇത് ഞങ്ങളുടെ റിക്വസ്റ്റാ. പ്ലീസ് അങ്കിൾ. അങ്കിളിനറിയാലോ എന്റെ കാര്യം. സച്ചേട്ടന്റെ അർച്ചനയുടെ ലൈഫ് കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാ ഞാൻ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്നറിഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടിയാ ആരോടും പറയാതെ ഞാൻ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയതും. അങ്കിൾ പ്രഗ്നന്റ് ആവുന്നതും പ്രസവിക്കുന്നതും പ്രഗ്നൻസി പീരീഡിലെ ചടങ്ങുകൾ നടത്തുന്നതുമൊക്കെ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ്. ഈ വീട്ടിൽ വന്ന മരുമക്കളിൽ അങ്കിൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് അർച്ചനയാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാ അങ്കിൾ ഇപ്പൊ ഈ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത്? സച്ചേട്ടന്റെയും അർച്ചനയുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അങ്കിള് പങ്കെടുക്കാതെ ഈ ചടങ്ങ് വേണ്ട എന്ന് അർച്ചന വാശി പിടിച്ചിരിക്ക. പ്ലീസ് അങ്കിൾ,